ഐശ്വര്യ, നമ്മൾ കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണാമണി എന്ന സാക്ഷി, ദൃക്സാക്ഷി നമ്മോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അവർ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ മലയാലപ്പുഴ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം മരണപ്പെട്ട ശേഷം ഈ ബോഡി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ അവിടെ എത്തുകയും, കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിൽ എത്തുക ചില്ലറ സമയമല്ല, നല്ല ദൂരമുണ്ട്. ഒരുപാട് സാധാരണക്കാരെ അടുത്ത് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയായതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർക്ക് ഇന്നും കണ്ണൂർ വളരെ ദുഃഖമുണ്ട്. അവർ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വീണാമണി അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഈ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കുന്നതാണ്. അതായത് വീണാമണി അവിടെ എത്തുമ്പോൾ ഈ നിങ്ങളുടെ ബന്ധുവിൻ്റെ മൃതദേഹം, അതായത് അദ്ദേഹത്തിൻ്റെ അനിയനോട്, പ്രവീൺ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, പ്രവീൺ ബാബു എന്ന അദ്ദേഹത്തിൻ്റെ അനിയനോട് നിങ്ങളുടെ ചേട്ടൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു വേള കേൾക്കുന്നതിന് അതിനെ എതിർത്ത ആ നേതാവുണ്ടല്ലോ, മോഹനൻ എന്ന നേതാവ്, ഈ നേതാവ് എതിർക്കുന്നു, ഇവരെ തല്ലുന്നതിന് തുല്യം അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് തല്ലി ഓടിക്കുന്നു. എന്നിട്ട് ഈ ഉണ്ടായ സംഭവത്തിനെ കുറിച്ച് ഒരു ഡോക്ടർ ഗീത പ്രതികരിച്ചിട്ടുണ്ട്. അത് ഒന്ന് ഐശ്വര്യ പറയാമോ? അത് ശരിക്കും മാനുഷികത നഷ്ടപ്പെട്ട ഒരു വീണാമണി എന്ന് പറയുന്ന ഒരു പേഴ്സണെ എടുത്ത് നോക്കുമ്പോൾ പലരും അവരെ സംശയത്തോടെ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പറച്ചിൽ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ? അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 അഭിമുഖങ്ങൾ ഐശ്വര്യ അവരുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി പറയും. പക്ഷെ അവര് ജെനുവിൻ ആണ് എന്നുള്ളത് അവരോട് ഇടപഴകി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ പലരും പുറത്തുനിന്ന് നോക്കുന്ന ജനങ്ങൾക്ക്, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി അവർ ജെനുവിൻ ആണെന്ന്. പക്ഷെ അവരെ കുറ്റവാളിയാക്കി അല്ലെങ്കിൽ അവരെ സംശയത്തിന് മുന്നിൽ നിർത്തേണ്ട ആവശ്യമുള്ള കുറെ പേര്, അതെ, അവര് എപ്പോഴും വീണാമണീനെ ടാർഗറ്റ് ചെയ്തിട്ടുമുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ പൊതുപ്രവർത്തകയാണ് ഡോക്ടർ പി ഗീത. അവരെ പോലൊരു വ്യക്തി, അതെ ഡോക്ടർ ഗീത. അപ്പോൾ ആ മാഡം ഇപ്പോൾ വീണാമണിയുടെ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്നത്, വീണാമണിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഷാജഹാൻ സാറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, കെ എം ഷാജഹാൻ സാറുമായിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, വീണാമണിയെ പോലൊരു ലേഡി, അവരാരുമാകട്ടെ, ഒരു ലേഡി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട വരെ ചെല്ലുന്നു, അതും ഈ മരണപ്പെട്ട ദിവസം ചെല്ലുന്നു. എന്നിട്ട് ആ സമയം വരെ അസ്വാഭാവികമായിട്ടൊരു മരണം തന്നെയാണത്. ആത്മഹത്യയാണ് എങ്കിൽ പോലും, ആത്മഹത്യ ആവട്ടെ കൊലപാതകം ആവട്ടെ, എന്തായാലും അസ്വാഭാവികമാണത്. അതെ, അങ്ങനെ ഒരു സ്റ്റേജിൽ ചെന്നിട്ട് ഒരു സ്ത്രീ ചെന്നിട്ട് പറയാണ്, കൊന്നതാണ് ഞാൻ കണ്ടു, പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന്, അതും അനുജനോട് ഉൾപ്പെടെ പറയാണ്. അവിടെ മീഡിയ അറ്റൻഷൻ അത്രയേ ഉള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അത്രയും മീഡിയ മീഡിയ അറ്റൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ വീണാമണിയുടെ അഭിമുഖം എടുക്കുന്നത് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള മലയാളി വാർത്തയാണ് ആ വാർത്ത എടുക്കുന്നത്. നമ്മൾ അറിയുന്ന റിപ്പോർട്ടേഴ്സ് കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അവരിത് എടുക്കുമ്പോൾ അവർ നമ്മോട് പറഞ്ഞത്, ഒരു വേള അവരെ തല്ലാൻ പോയി അവിടെ വന്നിരുന്ന കണ്ണൂരിലെ ഗുണ്ടകളായിട്ടുള്ള പാർട്ടി സഖാക്കൾ എന്ന് പറയുന്ന ഗുണ്ടകളും ആ നാട്ടുകാരും മലയാലപ്പുഴ മോഹൻ പറഞ്ഞയച്ച ഗുണ്ടകളും ഞങ്ങളെ തല്ലാൻ പോയി. അപ്പോൾ നമ്മളൊരു വാർത്ത എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു സൈഡ് സ്റ്റോറി നോക്കും. അത് എല്ലാം കോമൺ ആയി എടുക്കുന്നതിൽ ഒരു സൈഡ് സ്റ്റോറി, അത് ശരിക്കറിയാം. അത്തരത്തിലൊരു സൈഡ് സ്റ്റോറി, ഏറ്റവും നല്ലൊരു സ്റ്റോറിയാണ് ഈ പോയ റിപ്പോർട്ടേഴ്സ് എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് വീണാമണി ഈ വാർത്തയിൽ പ്രാധാന്യം വരുന്നത്. ഇനി പറയൂ. മെയിൻസ്ട്രീം ചാനൽസ് ഒക്കെ അവിടെ ഉണ്ടായിട്ടും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലൊരു അലിഗേഷനായിട്ട് ഒരു പെണ്ണ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അനുജൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും മെയിൻസ്ട്രീം മാധ്യമങ്ങൾ കണ്ടില്ല, അദ്ദേഹത്തിന്റെ അനിയന്റെ അടുത്ത് സംസാരിച്ചതുപോലും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വീണാമണിയെ ആട്ടി അകറ്റുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് പറയുന്നത്. അദ്ദേഹം കൂട്ടത്തില് മലയാലപ്പുഴ മോഹനും കുറെ ഗുണ്ടകളും കൂടിയിട്ട് ബാഗ് പിടിച്ചു വാങ്ങിക്കുന്നു, ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു, ആ വീഡിയോ എവിടെ ചോദിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് അവരെ ഉപദ്രവിച്ചു. അന്ന് തൊട്ട് തല്ലുകൊള്ളുകയാണ് ശരിക്കും ആ സ്ത്രീ. ഇപ്പോഴും ആ തല്ലുകൊള്ളലിന് ഒരു ഇതും വന്നിട്ടില്ല, ഒരു അറുതിയും വന്നിട്ടില്ല. എത്ര തവണ അവര് തല്ലുകൊണ്ടുപോയി. ഇപ്പൊ ലാസ്റ്റ് ടൈം അവര് നമ്മുടെ അടുത്ത് വരുമ്പോ അവര് നമ്മളുടെ ദേഹം കാണിച്ചു തന്നു. ഒരു കാല് മൊത്തം നീരാണ് അവരുടെ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തല്ലുകൊണ്ടിട്ട് അവരുടെ കൈ മുഴുവൻ ചുവന്ന പാടുകളാണ്.
പല സ്ഥലങ്ങളിലും അവർക്ക് തല്ല് കൊണ്ടതിൻ്റെ ദേഹം മുഴുവൻ പാടും, ഒരു കാല് മുഴുവൻ നീരുമായിട്ട് അവർ നടക്കുകയാണ്. ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് കൊന്നു കഴിഞ്ഞേനെ അല്ലേ? അതെ, ഉറപ്പായിട്ടും. പക്ഷെ വീണാമണി പറയുന്നുണ്ട് അവർക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷെ നേരിട്ട് വന്ന് കൊല്ലണം, അല്ലാതെ ഇതുപോലെ വല്ലയിടത്തും കെട്ടിത്തൂക്കിയിട്ട് തൂങ്ങി മരിച്ചു, ആത്മഹത്യയാണ് അല്ലെങ്കിൽ വാഹനാപകടമാണ് എന്ന് പറയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം അവരുടെ ആ ഒരു ജീവഭയം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ചേട്ടാ. പറഞ്ഞത് കൊല്ലണം എന്നല്ലേ അവർ പറഞ്ഞത്. ആ തൻ്റെ ഇടമെന്ന് പറയുന്നത് ഒരു കാര്യം ഇവരെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, അവരും കണ്ണൂരുകാരിയാണ്. ഈ കൊല്ലാൻ നടക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അവരും കണ്ണൂരുകാരിയാണ്. നിങ്ങളുടെ ഇരട്ടി വാശി അവർക്കുണ്ടായേക്കാം, അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ ദുർഗയാവും അല്ലേ? തീർച്ചയായിട്ടും സ്ത്രീ ദുർഗയാവും. സ്ത്രീ ദുർഗയാവുമ്പോൾ ചിലപ്പോൾ കൺമുന്നിൽ അവനൊക്കെ ചാമ്പലായി പോകും അല്ലേ? ഉറപ്പായിട്ടും. അവർ പറഞ്ഞു അവരുടെ കുടുംബത്തിൽ തൊട്ട് കളിക്കുമ്പോൾ അവര് ഒരു പെണ്ണിന്റെ 2 വലിയ മക്കളുടെ അമ്മയാണ്, 2 വലിയ മക്കളാണ്, 2 കുട്ടികളും വളരെ ദൂരത്ത് നിന്ന് പഠിക്കുകയാണ്. അവർ ഡോക്ടറേറ്റ് നേടിയ ഒരു സ്ത്രീയാണ്. അവർ തിരുവനന്തപുരത്ത് കാർഷിക കോളേജിൽ ബിരുദം നേടിയവരാണ്, ഡോക്ടറേറ്റ് നേടിയവരാണ്. അങ്ങനെ അവർക്ക് ബിരുദമൊക്കെ ഉണ്ട്. അവർക്ക് അവർക്ക് ബിരുദമുണ്ട്. അവർ കാർഷിക കോളേജിൽ പഠിച്ചതാണ്, തിരുവനന്തപുരത്ത് കാർഷിക കോളേജിൽ പഠിച്ചതാണ്. ആ ഡോക്ടറേറ്റിന് പഠനത്തിനായി അവിടെ ചെന്നതാണ്. ഡോക്ടറേറ്റ് നേടിയിട്ടില്ല, ഡോക്ടറേറ്റ് പഠനത്തിന് വേണ്ടി പോയതാണ്. ഡോക്ടറേറ്റ് നേടിയല്ല, ക്ഷമിക്കുക, ഡോക്ടറേറ്റ് പഠനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വെള്ളായണി, അതെ, റിസർച്ചിന് വേണ്ടി തിരുവനന്തപുരത്ത് വെള്ളായണി കാർഷിക കോളേജിൽ പഠിക്കാനായി പോയതാണ്. ക്ഷമിക്കുക, ഡോക്ടറേറ്റ് അല്ല, ഡോക്ടറേറ്റിന് പഠനത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, 2 മക്കൾ ഉയർന്ന തലത്തിൽ ദൂരെ നിന്ന് പഠിക്കുവാണ്. അത് എന്തിനു പഠിക്കണമെന്ന് സാർ ദയവായി ഒരിക്കലും ഒരു ചർച്ചയിൽ എൻ്റെ മക്കൾ എന്തിനു പഠിക്കുന്നു, എവിടെ നിന്ന് പഠിക്കുന്നെന്ന് പറയരുത് സാർ എന്ന് നിരവധി തവണ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാത്തത്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലാനൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കണ്ണൂരിലെ പാർട്ടി കൊലപ്പെടുത്തിയ ഒരു നല്ല മനുഷ്യൻ, അതായത് വീണാമണി എപ്പോഴും പറയും സാർ, അദ്ദേഹം നവീൻ ബാബു ഒരു രാമനാണ് സാർ, ശ്രീരാമചന്ദ്രനാണ് സാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ നാം ചെയ്യുന്നത് ഈ പറയുന്ന നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാര്യം സിംഗിൾ ബെഞ്ച് കൗസർ ഇടപ്പകത്ത് എന്ന ജഡ്ജി ആ കേസ് SIT അന്വേഷിച്ചത് എന്തുകൊണ്ട് പോരാ എന്ന് ചോദിക്കുകയും അത് അവിടുന്ന് ഡിവിഷണൽ ബെഞ്ചിലേക്ക് ഇപ്പോൾ മാറുകയും അവരെ പറ്റിച്ച് ശ്രീകുമാർ എന്നൊരു വക്കീൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അടുത്ത മറ്റൊരു വക്കീൽ രാംകുമാർ എന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് വരുമ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നു ഈ പറയുന്ന കേസിൽ ഒരു CBI അന്വേഷണം വരും, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യസ്ഥിതി വരണമെന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? ഒരിക്കലും ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ച തുടക്കത്തിലേക്ക് തന്നെ പോകുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, മലയാളപ്പുഴയിൽ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന വീണാമണി അദ്ദേഹത്തിൻ്റെ അനുജനോട് സംസാരിക്കുന്ന അവസരത്തിൽ അത് കേൾക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവരെ വിരട്ടി ഓട്ടിച്ചത് അല്ലേ, ആ നാട്ടുകാർ ശരിയായില്ല എന്ന പൊതുപ്രവർത്തക ഗീത പറഞ്ഞത് എത്ര ശരിയാണ്. ഈ സംസാരം നമുക്ക് ഐശ്വര്യ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഗീതയെ പോലെ ഒരു പൊതുപ്രവർത്തക വീണാമണിക്ക് പിന്തുണയായിട്ട് രംഗത്ത് വരുന്നത്, പിന്തുണയാണോ എന്തോ ആകട്ടെ, പക്ഷേ അവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം, സാമാന്യ ജനത്തിന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് വീണാമണി പറഞ്ഞത് എന്തുകൊണ്ട് ആ സമയത്ത് അവരുടെ വീട്ടുകാരും ബാക്കിയുള്ളവരും കാര്യമായിട്ട് എടുത്തില്ല. വേറെ ആരും വേണ്ട, ആ സഹോദരൻ അത് കാര്യമായിട്ട് എടുക്കാമായിരുന്നു. ഇപ്പോഴും വീണാമണി ഉണ്ട്, വീണാമണിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. വീണാമണി പുറത്ത് വിട്ടതൊന്നും ചെറിയ കാര്യങ്ങളല്ല, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വീണാമണി പറയുന്നത്. ഇതിനൊന്ന് എതിർക്കാനോ ഇതല്ല എന്ന് തെളിയിക്കാനോ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ വീണാമണിയെ കൃത്യമായും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസിൽ കുറച്ചും കൂടി ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുകൊണ്ട് വീട്ടുകാർ വീണാമണിയെ ചേർത്ത് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ വീണാമണിയെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വീണാമണിക്കും പറയാനുള്ളത് എല്ലാം തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല ചേട്ടാ. നമുക്കിത് അവസാനിപ്പിക്കാം. ഇതിലിപ്പോൾ ഐശ്വര്യ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് വീണാമണിയെ അവർ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അതായത് അവർ പുറം ലോകം അറിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമെന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് പറയുന്ന പുറം ലോകം അറിയുന്നത് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് കുടുംബം അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബം, അവർ ചതിയിൽപ്പെട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം എങ്ങനെ വീണാമണി എന്ന് പറയുന്ന സത്യം പറയുന്ന സ്ത്രീയെ ചേർത്ത് നിർത്താൻ അവർക്ക് കഴിയും? അതിലവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാര്യം അവർ ഒരു വേള അവരോടൊരു ചോദ്യം ചോദിക്കും. മലയാളപ്പുഴ മോഹൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര നേതാവ് അന്ന് ആ പറഞ്ഞതിനെ പാർട്ടി പത്തനംതിട്ട സമ്മേളനത്തിൽ ചോദ്യം ചെയ്ത്, നമ്മളിത് പറയുന്നില്ലേ, പാർട്ടിയുടെ പത്തനംതിട്ട പാർട്ടി സമ്മേളനത്തിൽ ചോദ്യം ചെയ്തു. എന്താ ചോദ്യം ചെയ്തത്?
പാർട്ടി ഈ പത്തനംതിട്ടത്തെ പാർട്ടി കണ്ണൂർ ഘടകത്തിന് എന്തിനു ചോദ്യം ചെയ്തെന്ന് ചോദിച്ചാൽ അന്നത്തെ സെക്രട്ടറി ഇതൊക്കെ ഉള്ളു കളികളാണ് ചേട്ടാ, അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ പാർട്ടിയുടെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവരടിക്കും പോലെ കാണിക്കും. എന്നിട്ട് ഒരിക്കലുമില്ല. ഞാൻ പറയാം, പത്തനംതിട്ട പാർട്ടി ഘടകം അവരുടെ വോട്ട്, ഇപ്പം ഞാൻ ഒരു സത്യം കൂടെ പറയാം, വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷനിൽ CPM ഇക്ഷ ഇണ്ണ ഇപ്പ ഇറ വരയ്ക്കോടെ നിങ്ങൾ നോക്കിക്കോ. നോക്കാം നമുക്ക് എന്തായാലും. ഇവരുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു, ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ഉദയഭാനു പറഞ്ഞത് തെറ്റായിപ്പോയി, ഉദയഭാനു പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് കണ്ണൂർ ഘടകം, കണ്ണൂർ പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നു. ആ പത്തനംതിട്ടയിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോൾ പത്തനംതിട്ടയിലെ സെക്രട്ടറി അല്ലാതെ പിന്നെ ആര് പറയും? അത് സ്വാഭാവികമായ ചോദ്യമല്ലേ? സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ആദ്യം ചോദിച്ചവരൊക്കെ എന്തുകൊണ്ട് ഇപ്പൊ സൈലന്റ് ആയി പോയി? അതാണ് രാഷ്ട്രീയം, അളിഞ്ഞ രാഷ്ട്രീയം. ഇത് ചോദിക്കുമ്പോ നട്ടെല്ലോട് കൂടി വീണാമണി അന്ന് നിന്ന വീണാമണി ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. ഇത്രയും തല്ല് കൊണ്ടിട്ട് മലയിടി നിൽക്കുന്നു. അതറിയാമോ? ഐശ്വര്യ പറഞ്ഞതിനാണ് കറക്റ്റ്. ഉദയഭാനുവിനെ മാറ്റി രാജു അബ്രഹാമാണ് ഇപ്പൊ ജില്ലാ സെക്രട്ടറി. അതാണ് ചോദിക്കുന്നവനെയൊക്കെ ഇങ്ങനെ തട്ടിക്കളയാന്നുണ്ടല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്താ CPM-നെ കുറിച്ച് വിചാരിച്ചത്? നിങ്ങൾക്ക് ഒന്നും അറിയില്ല CPM-നെ കുറിച്ച്. അതെ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല CPM-നെ കുറിച്ച്. അത് സത്യമാണ്, എനിക്ക് അറിയുകയും വേണ്ട CPM-നെ കുറിച്ച്.